Hey all, Assalamu alaikum. Welcome to my YouTube channel. എന്നും രാവിലെ തന്നെ ചായ നിർബന്ധമുള്ളവരുണ്ടോ? നമുക്കിവിടെ എല്ലാവർക്കും ചായ രാവിലെ തന്നെ വേണം. നോമ്പിനാണെങ്കിലും നമ്മൾ വെളുപ്പിനെ ചായ കുടിക്കും. അങ്ങനെ രാവിലെ ചായയൊക്കെ ഇട്ട് നിൽക്കാക്കി കൊടുത്തു. എന്നോടിങ്ങനെ ഒരു സ്ഥലം വരെ പോവുക, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളിങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരെയും പോയി വിളിച്ച് ഉണർത്തുക മദ്രസയിൽ പോകാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുങ്ങി പോകാനായിട്ട് തയ്യാറാവുകയാണ്. എനിക്ക് പുറത്തോട്ടിറങ്ങി ഞാൻ നോക്കുന്നിട്ടുണ്ട് സൈക്കിളിൻ്റെ ബെല്ലടി. ആ സമയമായപ്പോഴത്തേനെ ആദ്യക്കുട്ടൻ രാവിലെ സൈക്കിളിൽ ചവിട്ടാനായിട്ട് ഇറങ്ങിയിട്ട് രാവിലത്തേക്ക് പുട്ടായിരുന്നു. അപ്പോൾ ഓരോ കുറ്റി വീതം ചുറ്റുകൊണ്ട് നിൽക്കാൻ താമസിക്കുക. എനിക്കിന്ന് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണ്ടായിരുന്നു. ഞാൻ എല്ലാം കൂടെ ഇഡ്ഡലി പാത്രത്തിൽ ഒന്നിച്ച് വെച്ച് വേവിച്ച്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, സമയവും ലാഭമാണ്. ധൃതിയുള്ളപ്പോൾ ഞാൻ അങ്ങനെയാണ് പുട്ടൊക്കെ ഉണ്ടാക്കാറ്. അതേസമയം പാത്തുവിന് തക്കാളിക്കറി ഇഷ്ടമാണ്. തക്കാളി മുരിങ്ങയും പടവലങ്ങയും കൊണ്ടിട്ട കറി, ആ കറി ഉണ്ടാക്കുക ലഞ്ച് കൊടുത്തു വിടാനായിട്ട്. അപ്പോഴത്തേക്ക് പാത്തു കഴിക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് പുട്ടും പഴവും കഴിക്കാനായിട്ട് കൊടുത്തിട്ട് വന്നപ്പോഴത്തേന് കഷ്ണമെല്ലാം വെന്ത് വെള്ളം പകുതി പറ്റിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് അരപ്പ് ചേർത്തു. തക്കാളിക്കറി വെക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിൻ്റെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാടങ്ങ് തിളച്ചാൽ പിരിഞ്ഞു പോകും. അപ്പോൾ വേറൊരു ടേസ്റ്റുമായി. ഇപ്പോൾ അത് കാരണം കുറച്ചൊന്ന് ചൂടാക്കി നമ്മൾ കടുക് താളിച്ചിട്ട്, ഈ കടുക് താളിക്കുമ്പം ചെറിയുള്ളി ഇട്ട് കടുക് താളിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. പിള്ളേർക്ക് ലഞ്ചെല്ലാം സെറ്റാക്കി അവർ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി. അവരെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം എനിക്ക് മമ്മിയുടെ കൂടെ ഒരാവശ്യത്തിന് പുറത്ത് പോകണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് പോയി. ഇറങ്ങി ഉടനെ തന്നെ ബസ്സും കിട്ടി, പെട്ടെന്ന് പോയി. അവിടെ നിന്നെല്ലാം ഇറങ്ങിയപ്പോഴത്തേന് 2:30-2:45 ലഞ്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹരിപ്പാട് മുരളി ഹോട്ടലിലേക്ക് കയറി. നല്ല സൂപ്പർ ഫുഡായിരുന്നു അവിടുത്തെ. എനിക്ക് ഉമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. എന്നേക്കാൾ ഉമ്മയ്ക്ക് വളരെയധികം അത് ഇഷ്ടപ്പെട്ടു. നല്ല കറികളൊക്കെയാണ്. ഒരുപാട് കറികളൊന്നുമില്ല, കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാർ, മോരുകറി, അവിയൽ, ചീര വച്ചൊരു കറി, കോവയ്ക്ക അച്ചാർ, പൈനാപ്പിൾ പുളിശ്ശേരി, രസം, മോര്, പിന്നെ നമ്മളൊരു കേരക്കറിയൊക്കെ പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു കടയിലും കൂടെ കയറണമായിരുന്നു. അവിടെയും കയറി. അപ്പോഴത്തേക്ക് പിള്ളേർ സ്കൂൾ വിട്ട് വരാറായി. ഞങ്ങളതും പറഞ്ഞുകൊണ്ട് വേഗം നടന്ന് ചെന്ന് ഈ ഒരു ഭാഗത്തേക്ക്, ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു ഭാഗത്തേക്ക് അത്യാവശ്യം തിരക്കുള്ളൊരു ഏരിയയാണ്. അപ്പം എന്നെ കൈ പിടിച്ച് റോഡൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. ഇവിടുന്ന് മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതെല്ലാം കണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. ഞങ്ങൾ കയറി തിരിച്ച് ഞാൻ ഇവിടേക്കും ഉമ്മി എൻ്റെ വീട്ടിലേക്കും പോയി. ഞാൻ വന്നപ്പോഴത്തേന് രണ്ടുപേരും സ്കൂൾ വിട്ട് വന്ന് ഒരു മാജിക് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ പുറത്തുകൂടി സ്കെച്ചൊക്കെ വെച്ച് എഴുതിയാലും നനഞ്ഞ ഒരു തുണി വെച്ച് തുടയ്ക്കുമ്പോൾ അതങ്ങ് മാഞ്ഞു പോകും. ഇന്ന് ഓൾറെഡി ഇവിടെ ഇതേപോലെ വേറെ ഉണ്ട്.
അപ്പം ഇന്ന് രാവിലെ ഇതിന് പൈസയും കൊണ്ട് പോയിട്ട് ഇത് വാങ്ങിക്കൊണ്ട് വന്നേ. അതാ കൊണ്ടുവരുന്ന ഉടനെ ഉള്ള ആ ഉത്സാഹമേ ഉള്ളൂ രണ്ടാൾക്കും. കൊണ്ടുവന്ന ഉടനെ തന്നെ ഇരുന്ന് എഴുതുന്നു. രണ്ടുപേരും കൂടെ ഭയങ്കര പിന്നെ അതിൻ്റെ പുറയിലായിരുന്നു. ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ട്യൂഷന് പോകുന്നതിന് മുമ്പാണെങ്കിലും ഒന്ന് സൈക്കിൾ ചവിട്ടിയിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് പോയെങ്കിലേ റീക്കുട്ടനൊരു സമാധാനമുള്ളൂ. അങ്ങനെ സൈക്കിൾ ചവിട്ടാനായിട്ട് പോയി. ഇപ്പം തന്നെ തിരിച്ചും വരും. സൈക്കിൾ എളുപ്പം കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പം ഇനി ട്യൂഷന് പോകാൻ പോവാണ്. അവരെ രണ്ടുപേരെയും ട്യൂഷനൊക്കെ വിട്ടിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ ട്യൂഷന് പോയി കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടിന് മുകളിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ എടുക്കുന്നത്. മരം, തെളിഞ്ഞ അന്തരീക്ഷം, കാർമേഘം, മഴ, പക്ഷികൾ പറന്നു പോകുന്നത്, ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാണ്. അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യണം. ആ ഒരു മരത്തിലെ കിളികൾ വന്നിരിക്കുന്നത് പൊതുവേ എൻ്റെ ഒരുപാട് വീഡിയോസിലുണ്ടത്. പിന്നെ നമുക്ക് ഒരാൾ പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ കുടിച്ച് പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.